ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ ഒറ്റപ്പെടുത്താനും അവരെ മുഴുവൻ ഭീകരവാദ പട്ടികയിൽ കൊണ്ടിടാനുമുള്ള ശ്രമമാണ് കുറേ നാളുകളായി ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. യൂറോപ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉർദോഗന്റെ തുർക്കി. റെജീം ചേഞ്ച് കൃത്യമായി ഇസ്രായേലിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ ഓർത്തഡോക്സ് ജൂതർ ശക്തമായി ഇപ്പോൾ തെരുവിൽ പ്രതിഷേധം ആളിക്കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിഷേധം ഒരു സമരാജ്ഞിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണമെന്നും സയനിസ്റ്റ് ഭരണകൂടം ഇസ്രായേലിൽ ശരിയാകില്ല എന്നും അവർ പറയുകയാണ്. അവരുടെ താൽപര്യമെന്നത് കൃത്യമായും ജൂതരാജ്യത്തിന്റെ എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ രീതിയിലുള്ള എക്കണോമിക്കും തകർക്കുക, എന്നിട്ട് ഏതാനും ചില വ്യക്തികളിലേക്ക് അത് സ്വരുക്കൂട്ടുക എന്നതാണ്. നേപ്പാളിൽ എങ്ങനെയാണ് ജൻസി പ്രക്ഷോഭം നടന്നത്, അതുപോലെ റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം ഇസ്രായേലിൽ നടക്കുകയാണ്. എക്സ്ട്രീം ഓർത്തഡോക്സ് വിഭാഗക്കാർ ഇസ്രായേലിൽ കൊടിനാട്ടുകയാണ്. നെതന്യാഹുവിന്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് വ്യക്തമായ സൂചനകൾ പുറത്തുവരികയാണ്. ഏതു നിമിഷവും നെതന്യാഹു വധിക്കപ്പെടാനുള്ള സാധ്യത വരെ മുന്നിൽ കാണുന്നുണ്ട്. അതും ഇസ്രായേലിലെ സാധാരണക്കാർ തന്നെ നെതന്യാഹുവിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. നെതന്യാഹു വലിയ തോതിൽ ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഒരു ഹീറോ പരിവേഷം കിട്ടാൻ വേണ്ടിയാണ് മറ്റു അയൽ രാജ്യങ്ങളുമായി നിരന്തരം യുദ്ധത്തിലേർപ്പെടുന്നതും പലസ്തീന് സമാധാനം കൊടുക്കാത്തതും. ആ തന്ത്രം ഇനി ചെലവാകില്ല എന്ന് ഉറപ്പാണ്. പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞു കൊണ്ടുവന്ന് നെതന്യാഹുവിന്റെ ഈ പാതിരാ നാടകം, ട്രംപുമൊത്തുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ് കളി ഇനി നടക്കില്ല. ഇസ്രായേലി പാർലമെന്റിൽ ട്രംപ് പ്രസംഗിച്ചത് റഷ്യക്കെതിരെയാണ്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ട്രംപിന്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കി ട്രംപിന്റെ പാവഭരണം അതാണ് ഇസ്രായേൽ നടത്തുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്നത് 51ാമത്തെ സ്റ്റേറ്റ് ആണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ടെക്സാസ് പോലെ അതല്ലെങ്കിൽ പെൻസിൽവാനിയ പോലെ 50 സ്റ്റേറ്റുകളുള്ള US-ലെ ആ രാജ്യത്തെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന റിപ്പബ്ലിക്കൻ സ്റ്റേറ്റിലെ ഗവർണർമാരെ പോലെയുള്ള ഒരു ഗവർണറായാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇപ്പോഴും ട്രംപ് പരിഗണിക്കുന്നത്. എന്നാൽ സ്വന്തം രാജ്യത്തെക്കുറിച്ച് സ്വത്വബോധമുള്ളവർ ഈ തട്ടിപ്പിനും അഡ്ജസ്റ്റ്മെന്റിനും നിന്നുകൊടുക്കില്ല എന്ന് 100% ഉറപ്പാണ്.